അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ 1000 ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന നിലയിൽ ഒരു വീഡിയോ ഞാൻ ഇടുകയുണ്ടായി. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പലരും പലവിധമായ കമൻറ്റുകളും എതിരഭിപ്രായങ്ങളുമൊക്കെ പറയുകയായി. അതായത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നിസ്കാരത്തിന് ശേഷം ഒരു സുജൂദ് ചെയ്ത് തൻ്റെ ആവശ്യങ്ങൾ ആ സുജൂദിൽ സമർപ്പിക്കുക അല്ലാഹു തആലയോട് എന്ന വിഷയം പറഞ്ഞെടുത്ത് നിസ്കാരത്തിന് ശേഷം അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു സുജൂദുണ്ടോ, ചെയ്യാൻ പാടുണ്ടോ, അത് ഹറാമല്ലേ എന്ന പല നിലയ്ക്കും പലവിധമായ ചോദ്യങ്ങളും പലരും പറയുകയായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് അഹമ്മദ് ദൈറബിയുടെ മുജറബാത്തു ദൈറബി എന്ന ഗ്രന്ഥത്തിൻ്റെ 91-ാമത്തെ പേജിൽ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ റുവിയ അൻ മുഹമ്മദ് ബിൻ ദറസ്തവൈഹി അൻഹു ഖാൽ റഅയ്തു ഫീ കിതാബിൽ ഇമാം ശാഫിഈ എന്ന് തുടങ്ങുന്ന ആ ഭാഗം നമസ്കാരത്തെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം ഇവിടെ പറയുന്നു, തുമ്മ യസ്ജുദു ബഅദ സലാമി വയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഫീ സുജൂദിഹി 10 മറാത്തിൻ. ആ നിസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം ഒരു സുജൂദ് ചെയ്യുകയും ആ സുജൂദിൽ 10 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക. എന്നിട്ട് വയഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം 10 മറാത്തിൻ. വയഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ 10 മറാത്തിൻ. തുമ്മ യസ്അലുല്ലാഹ ഹാജതഹു എന്ന്. അതായത് ആ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന് പറയുക 10 പ്രാവശ്യം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ 10 പ്രാവശ്യം പറഞ്ഞിട്ട് ആ വ്യക്തി അല്ലാഹു തആലയോട് ആവശ്യത്തെ തേടുക എന്ന് ഈ കിതാബിൽ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിസ്കാരത്തിന് ശേഷം സുജൂദ് ചെയ്യാം എന്നാണ് ഈ കിതാബിൽ പരാമർശിച്ചിരിക്കുന്നത്. ഫത്ഹുൽ മുഈനിൽ അത് ഹലാലല്ല എന്ന പരാമർശം ഉണ്ട്, ശരിയ തന്നെയാണ്. അത് ഏറ്റവും പ്രമുഖമായ അഭിപ്രായം തന്നെയാണ്. ഫത്ഹുൽ മുഈനിൽ കാരണം കൂടാതെ തഖർറുബിന് വേണ്ടി നിസ്കാരമല്ലാത്ത അവസരത്തിൽ പ്രത്യേകമായൊരു സുജൂദ് ചെയ്തുകൊണ്ട് തഖർറുബ് നടത്തൽ അനുവദനീയമല്ല എന്ന നിലയിൽ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഭിപ്രായം വളരെ പ്രസക്തമായ അഭിപ്രായം തന്നെയാണ്. എങ്കിലും ബഹുമാനപ്പെട്ട മുഹമ്മദ് ദറസ്തവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു സുജൂദിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നമസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം ആ സുജൂദ് ചെയ്തുകൊണ്ട് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യം സമർപ്പിക്കുന്നതിൽ അത് യാതൊരു വിധമായ തകരാറുമില്ല, അത് ചെയ്യാവുന്നതാണ് എന്ന് ഈ കിതാബിൻ്റെ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.